സ്നേഹക്കൂട്ടിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വവും പാറും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം കഴിക്കുന്നു. ആ സമയത്ത് സേതുവും പല്ലവി അങ്ങോട്ട് വരുന്നുണ്ട്. ശരവണൻ അവരോട് പറയുന്നുണ്ട്, ഇവിടെ ഒരു രജിസ്റ്റർ മാരേജ് നടന്നു, പക്ഷേ സാക്ഷിയായിട്ട് ഒപ്പിടാൻ ആരുമില്ല, നിങ്ങൾക്ക് ഒപ്പിടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. സേതുവും പല്ലവിയും ശരവണനെ വിശ്വസിച്ച് ഒപ്പിടുന്നു. ഇത് പാറുവും വിശ്വവും കാണുന്നു. അവർ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ചേച്ചി ഇത് ഞങ്ങളുടെ കല്യാണമാണ്, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്നൊക്കെ പറയുന്നു. ദൈവനിയോഗം പോലെ സാക്ഷികളായി ഒപ്പിട്ടത് ചേച്ചിയും ചേട്ടനുമാണ്. അത് കേട്ടതും പല്ലവിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. ശേഷം കുറേ വഴക്ക് പറയുന്നത് കാണിക്കുന്നത് വിശ്വം പാറുവിനെയും കൂട്ടി വിശ്വത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി ആണെങ്കിലും മര്യാദയ്ക്ക് ഇവളെയും കൂട്ടി ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറക്കി വിടുന്നു. അത് കഴിഞ്ഞ് പാറു വിശ്വത്തെയും കൂട്ടി പാറുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ശോഭയാണെങ്കിലും ഇവരെ ഇറക്കി വിടുന്നു. ഇന്ദ്രൻ ഇതൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി വക്കീലിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ശേഷം ഇന്ദ്രൻ പാറുവിനെയും വിശ്വത്തെയും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ദ്രൻ തന്നെ നിലവിളക്കൊക്കെ കൊടുത്ത് പാറുവിനെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. പാറുവിനെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ പല്ലവി രാജലക്ഷ്മിയായിട്ട് കോർക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് ഇന്ദ്രൻ പല്ലവിയെ കോളേജിൽ ചെന്ന് കണ്ട് വെല്ലുവിളിക്കുന്നു. നീ പോയെങ്കിലും നിൻ്റെ അനിയത്തിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടെ പല്ലവിക്ക് ദേഷ്യം വന്ന് ഇന്ദ്രൻ്റെ ഷർട്ടിൽ പിടിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പല്ലവി തിരിച്ചു പോകുന്ന വഴിയിൽ പ്രതാപൻ പല്ലവിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിനുള്ള നല്ല തക്കതായിട്ടുള്ള മറുപടി പല്ലവിയും തിരിച്ചു നൽകുന്നുണ്ട്. ഇന്ദ്രനും പ്രതാപനുമെതിരെ പോരാടുന്ന ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രമായി പല്ലവിയെ വീണ്ടും ചിത്രീകരിക്കുന്നു.